ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് എന്റർടൈനർ. പടം ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തു. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലയിടങ്ങളിലും മൈൻഡിനെ വളരെ ടച്ച് ചെയ്ത് കടന്നു പോകുന്ന പല സീൻസ് തന്നെയായിരുന്നു. പിന്നെ പറയണത് ഈ സിനിമയിൽ ആ നേച്ചറൊക്കെ എത്രത്തോളം ക്ലോസ് ആയി നിൽക്കണു എന്നുള്ളതാണ്. ഈവൻ ഒരു ഷോട്ടായാലും ഒരു മ്യൂസിക് ആയാൽ പോലും ഒരു BGM ആയാൽ പോലും പല സീനുകളിലും ആ മൊത്തത്തിലുള്ള എൻവയോൺമെന്റിനോട് സ്യൂട്ട് ആവുന്ന രീതിയിൽ ഭയങ്കര അധികം എന്താ പറയാ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് എത്രത്തോളം പക്കയായിട്ടാണ് എല്ലാം ബ്ലെൻഡ് ആയിട്ടുള്ളത് നമുക്ക് തോന്നില്ലേ. ആ ഒരു ഫീൽ ആയിരുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. വിരാജ് ആൻഡ് മഹി ഈ അച്ഛന്റെയും മകളുടെയും ലോകത്തിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വരുമ്പോൾ, അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. പിന്നെ പെർഫോമൻസിൽ പറയേണ്ടത് നാനിയുടെ വിരാജ് എന്ന് പറയുന്ന ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ മുമ്പത്തെ പല സിനിമകളും, ഈവൻ ഈച്ച എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് നമ്മൾ ആളെ കുറിച്ച് കൂടുതലും നമ്മൾ ഈച്ചലത്തെ നായകനാണെന്ന് പറയുമ്പോഴാണ് നാനിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് നമുക്കറിയാം. അതല്ലാതെ അദ്ദേഹം പല സിനിമകളും ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ പലതും ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല.